കണ്ണൂർ സ്റ്റൈലിലുള്ള വറുത്തരച്ച സാമ്പാറാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കണ്ണൂർ എല്ലാവരും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചുവന്ന പരിപ്പാണ്. ചുവന്ന പരിപ്പിന് പകരം തവരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഒക്കെ ഉപയോഗിക്കാം. പൊതുവെ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ചുവന്ന പരിപ്പാണ്. എനിക്കെപ്പോഴും സാമ്പാറിന് ഇഷ്ടം ചുവന്ന പരിപ്പാണ്. തവരപ്പരിപ്പിൻ്റെ സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഇനി പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത പരിപ്പ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. 4-5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരൽപ്പം ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അത്രയും സമയം വേവിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് വരാൻ. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ മതിയാവും. പക്ഷെ നമ്മൾ ഈ മൺചട്ടിയിൽ ഇതുപോലെ പരിപ്പ് വേവിക്കുന്നതായിരിക്കും സാമ്പാറിന് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഈ പുളി ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഈ പുളി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അത്രയും സമയം നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് ഇതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. എണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എണ്ണ വേണമെന്നുള്ളവർക്ക് എണ്ണ ചേർക്കാം. പക്ഷേ ഞാൻ പൊതുവേ എണ്ണ ചേർക്കാതെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് 2 അല്ലി വെളുത്തുള്ളി ഉള്ളൂ. ഞാൻ പകുതിയാക്കി കട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കൂടെ ഈ വെളുത്തുള്ളിയും വറ്റൽമുളകും ഉലുവയും ഒക്കെ കൂടി നന്നായിട്ട് റോസ്റ്റായി വരണം. ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഇല മാത്രം ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്ത് ചെറിയൊരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പൊടികളും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കുക. പൊടികൾ ഒരിക്കലും കരിഞ്ഞു പോകരുത്. എന്നാൽ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുകയും വേണം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് 1-2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊടികൾ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് അരച്ചെടുക്കാം. തണുക്കാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കാം. തേങ്ങ ഒരൽപ്പം തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക. തേങ്ങ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അരപ്പ് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 20 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം.
പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാനിവിടെ 2 മുരിങ്ങവാളും അതുപോലെ ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെജിറ്റബിൾസ്, അതായത് വഴുതനയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് പരിപ്പിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഈ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തോളും. അപ്പോൾ അത്രയും സമയം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ 7-8 വെണ്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ചുവന്നുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ചെറിയൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും തക്കാളിയും വെണ്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എണ്ണയിൽ കിടന്നത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണം. അത്ര വരെ നമുക്കിതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് സമയമൊക്കെ മതിയാവും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്നും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കറി വെന്തിട്ടുണ്ടോ നോക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. മുരിങ്ങവാളും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച വെണ്ടയും തക്കാളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് അതും കൂടി ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈവച്ചിട്ട് പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ കായം പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ കട്ടയാണ് കയ്യിലുള്ളതെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിൽ ഒരുമിച്ച് ചേർത്ത് വറുത്തെടുത്തിട്ട് അരച്ചാൽ മതി. പൗഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ചേർക്കുന്നത്. കായം പൗഡറും കൂടി ചേർത്തിട്ട് സാമ്പാർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് തീരുമാനിക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് സാമ്പാർ ചെയ്തെടുക്കുന്നത്. ഞാൻ ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരല്പം തിക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സാമ്പാറിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ സാമ്പാറിന് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ആ സമയത്ത് 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഈ കറിയിലേക്ക്, അതായത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴാണ് കേട്ടോ സാമ്പാറിൻ്റെ നല്ല കൊതിപ്പിക്കുന്ന മണം വരാൻ തുടങ്ങിയത്. നമ്മളിങ്ങനെ കാച്ചി ഒഴിക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ശരിക്കുള്ള മണമൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കണം എന്ന് തോന്നുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
മല്ലിയില ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ ചൂടുള്ള സാമ്പാറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ് ഇത്. ചോറിന് കൂട്ടിയിട്ട് ഞാൻ ബാക്കി വരുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഇഡ്ഡലിയോ ദോശയോ മറ്റോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയും കഴിക്കും. ഇഡ്ഡലിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്